മാവേലി നാട് വാണിടുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പാടി ആർത്തുല്ലസിച്ച് മലയാളികൾ നടക്കണം. ലോകത്തെവിടെയുള്ള മലയാളികളും ഓണം ആഘോഷിക്കണം എന്നൊക്കെയാണ് നാം കുട്ടിക്കാലം മുതലേ പഠിച്ചു വെച്ചിരിക്കുന്നതും അനുവർത്തിച്ചു പോരുന്നതും. അപ്പൊ ഇപ്രാവശ്യവും ഓണം ആഘോഷം അതുപോലെ നന്നായി പോകണം എന്ന് ആണ് മനുഷ്യരാഗ്രഹിക്കുന്നത്. അതുപോലെ ഗവൺമെന്റും അതിന് ഒരുക്കങ്ങൾ നടത്താനാണ് താല്പര്യപ്പെടുന്നത്. പക്ഷെ എവിടെ പണം? ഖജനാവ് കാലിയായിരിക്കുന്നു. അതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം. ഖജനാവ് കാലിയാകാനായിട്ട് നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണം, ചൂരൽമല, അതായത് മേപ്പാടി പഞ്ചായത്തിലെ 3 ഗ്രാമങ്ങളാണ് ഒലിച്ചുപോയത്. അപ്പം അതിനു വേണ്ടിയുള്ള കുറച്ച് അനാമത്ത് ചെലവുകളൊക്കെ ഗവൺമെന്റിന് പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിന്റെ പുനരധിവാസവും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് വലിയ തോതിലുള്ള ചെലവ് വരും. കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം വന്ന് കഴിയുന്നത് വരെയും സംസ്ഥാന ഗവൺമെന്റ് തന്നെ അത്തരം ചെലവുകളൊക്കെ നിറവേറ്റണം. മാത്രവുമല്ല, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഓരോ ദിവസവും ഫിസിക്കൽ ക്രൈസിസ്, ധനപ്രതിസന്ധി വർദ്ധിച്ചു വരികയാണ് കേരളത്തിന്. ഒരു ശാശ്വത പരിഹാരം എങ്ങനെ കാണും എന്ന് ഒരു ചിന്തയും ഇല്ലാത്തതുപോലെ, അഥവാ പരിഹാരമുണ്ട്, ആ പരിഹാര മാർഗങ്ങൾ ആര് നിർദ്ദേശിച്ചാലും അത് ഉൾക്കൊള്ളാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. അങ്ങനെ പോവുകയാണ് കേരളത്തിന്റെ ഗതി ദുർഗതിയായിട്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് ആവശ്യം വന്നിരിക്കുന്നത്? അതായത് ഈ വർഷത്തെ നമ്മുടെ ബജറ്റിൽ 2024-25 ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ GSDP, അതായത് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് ആഭ്യന്തര മൊത്ത ഉൽപാദനം എന്ന് പറയുന്നത് 13,11,436.69 കോടിയാണ്. ഞാൻ ഒരിക്കലൂടെ പറയാം, 13,11,436.69 കോടിയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ബജറ്റിൽ കാണിച്ചിരിക്കുന്ന നമുക്ക് നേടാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ആഭ്യന്തര മൊത്ത വരുമാനം. അപ്പൊ ഈ സംസ്ഥാനത്തിന് എന്തുമാത്രം കടമെടുക്കാം? സംസ്ഥാനത്തിന് കടമെടുക്കാവുന്നത് ഈ GSDPയുടെ 3%. ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഒരു സംസ്ഥാനത്തിന് ഒരു ധനവർഷം കടമെടുക്കാവുന്നത് അവരുടെ GSDP, പ്രതീക്ഷിക്കുന്ന GSDPയുടെ 3% മാത്രമാണ്. അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കുന്ന GSDP ആണ് ഞാൻ നേരത്തെ പറഞ്ഞ 13,11,436.69 കോടി. അതിൻ്റെ 3% വായ്പ എടുക്കാം. അങ്ങനെ വായ്പ എടുക്കുന്നതിൽ പക്ഷെ ചില വെട്ടിത്തിരുത്തലുകൾ കേന്ദ്രം വരുത്തിയിട്ടുണ്ട്. അതെന്താണ്? കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ എടുത്ത വായ്പ, ആ വായ്പ ബജറ്റിനകത്ത് ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷവും അതിനങ്ങേ വർഷവും ഈ വർഷവും ഉള്ള ബജറ്റ്, ആ ബജറ്റിന്റെ എടുക്കാവുന്ന 3% വീതമുള്ള കടമുണ്ടല്ലോ, ആ 3%ത്തിൽ നിന്ന് വെട്ടിക്കുറച്ചു. 5,700 കോടി വീതമാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അത്രയും വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ ഈ 3%ത്തിൽ നിന്ന് 5,700 കോടി വെട്ടിക്കുറച്ച് ബാക്കിയാണ് ഈ വർഷം കേരളത്തിന് കടമെടുക്കാമെന്ന് കേന്ദ്രം അംഗീകരിച്ചിരിക്കുന്നത്. അത് എത്ര കോടിയാണെന്ന് നമുക്ക് നോക്കാം. 37,512 കോടിയാണ് അങ്ങനെ കടമെടുക്കാമെന്ന് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. അതായത് 37,512 കോടി. അതിൽ തന്നെ ഡിസംബർ വരെ എത്ര എടുക്കാം? കാരണം കേരളവും മറ്റെല്ലാ സംസ്ഥാനങ്ങളും പിന്നെ ഇങ്ങനെ അങ്ങ് കടമെടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. വർഷാവസാനം ആകുമ്പോഴത്തേക്ക് ഈ 3%ത്തിൽ നിൽക്കില്ല. അതുകൊണ്ട് ആ 3%ത്തിന്റെ എത്ര ആദ്യത്തെ ക്വാർട്ടറിൽ, അല്ലെങ്കിൽ ആദ്യത്തെ പകുതി വർഷത്തിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് 3 ക്വാർട്ടേഴ്സിൽ, പിന്നെ അവസാനത്തെ ക്വാർട്ടറിൽ എത്ര, ഈ തരത്തിലൊക്കെ ഒരു തരംതിരിവുണ്ട്. അങ്ങനെ തരംതിരിച്ചാണ് ഡിസംബർ വരെ എടുക്കാവുന്ന കടത്തിന് ഒരു പരിധി വെച്ചു. എത്രയാണ്? 21,253 കോടിയാണ് ഡിസംബർ വരെ കടമെടുക്കാവുന്നത്. എത്ര കോടിയാണ്? 21,253 കോടി കടമെടുക്കാവുന്നത്. അങ്ങനെയുള്ള 21,253 കോടിയിൽ നിന്ന് ഡിസംബർ വരെയുള്ളതാണെന്ന് ഓർക്കണം. സംസ്ഥാന ഗവൺമെന്റ് കടമെടുത്ത് അവശേഷിക്കുന്നത് 3,700 കോടി. എങ്ങനെ പോകും? തിരുവോണമാകുന്നതിന് മുൻപേ 3,700 കോടിക്ക് മുകളിൽ ഉണ്ടായിരുന്ന മുഴുവൻ പണവും കടമെടുത്ത് ചെലവഴിച്ചു കഴിഞ്ഞു. ഈ 3,700 കോടിയിലെ 3,000 കോടിയുടെ കടം 30-8/2024
റിസർവ് ബാങ്കിന്റെ കൗണ്ടർ വഴിയേ കടമെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ റിസർവ് ബാങ്കിന്റെ കൗണ്ടർ വഴി ബോണ്ട് ഇഷ്യൂ ചെയ്ത് ഗവൺമെന്റ് കടമെടുക്കും. അതിൽ തന്നെ 1000 കോടി 10 വർഷത്തേക്കും 2000 കോടി 35 വർഷത്തേക്കുമാണെന്ന് ഓർക്കണം. അപ്പൊ ഭാവി തലമുറയിലേക്ക് ഈ ഭാരമൊക്കെ എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, കടമെടുക്കല് കൂടുതലാകരുത്, കൂടുതൽ ലെവൽ വിട്ടു പോകരുത്, കാരണം അത് ഭാവി തലമുറയിലേക്കാണ് ചെന്ന് വീഴുന്നത് എന്ന്. അപ്പൊ ഇപ്പോൾ എടുക്കാൻ പോകുന്ന റിസർവ് ബാങ്ക് വഴി എടുക്കാൻ പോകുന്ന 3000 കോടി കടത്തിന്റെ 1000 കോടിക്ക് 10 വർഷത്തെ കാലാവധി, അത് കഴിഞ്ഞാൽ 2000 കോടി 35 വർഷത്തെ കാലാവധിക്കാണ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഈ 3000 കോടി എടുത്തു കഴിഞ്ഞാലോ പിന്നെ ആകെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് ഡിസംബർ വരെ എടുക്കാവുന്നത് 700 കോടി മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് 5000 കോടി കടമെടുക്കാൻ, അതായത് ഇപ്പോൾ അത്യാവശ്യമായിട്ട് 5000 കോടി കടമെടുക്കാൻ അനുവദിക്കണം. അപ്പൊ എന്താണ് അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നത്? ഈ തിരുവോണം അനുസരിച്ച് ഈ മാസം തന്നെ ഒരു 20,000 കോടിയുടെ ചെലവ് വരുന്നു എന്ന്. 20,000 കോടിയുടെ ചെലവ് വരുന്നു. അപ്പൊ അതിനകത്ത് ആകെ 3000 കോടി കടമെടുത്തു, പിന്നെ ആകെ എടുക്കാവുന്നത് 700 കോടിയാണ്. എങ്ങനെ മുന്നോട്ട് പോകും? 20,000 കോടി വേണ്ടെടുത്ത്. അപ്പോഴാണ് 5000 കോടി കടമെടുക്കാൻ, ഈ 3000 കോടി കൂടാതെ 5000 കോടി കൂടെ. ഈ 5000 കോടി എവിടുന്നാ എടുക്കേണ്ടത്? ഡിസംബർ കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതായത് അവസാന ക്വാർട്ടർ, ഈ വർഷത്തിന്റെ അവസാന ക്വാർട്ടറിൽ എടുക്കേണ്ട കടം, അതാണ് 5000 കോടി നേരത്തെ എടുക്കാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ കേന്ദ്രത്തിന് സമ്മതിക്കാം, പക്ഷേ കേന്ദ്രം സമ്മതിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാല് ഈ പ്രാവശ്യം തന്നെ സഞ്ചിത കടം GSDPയുടെ 29% നിജപ്പെടുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 35, 38, 40 ഈ തരത്തിലൊക്കെ പോയിരുന്നു. ഈ വർഷത്തെ ബജറ്റിൽ പോലും അത് 34.05% ആണ്. GSDPയുടെ 29% നിർത്തണം എന്നാവശ്യപ്പെട്ടിരിക്കുന്ന സഞ്ചിത കടം. ആ സഞ്ചിത കടം, അതായത് കേന്ദ്രം പിറവിയെടുത്ത കാലം മുതൽ ഇന്ന് വരെ കൂട്ടിച്ചേർക്കപ്പെട്ട കടമാണ് സഞ്ചിത കടം. ആ സഞ്ചിത കടം GSDPയുടെ 29% നിജപ്പെടുത്തണമെന്നാണ്. അത് ഇപ്പോ ബജറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് 34.05% ഓഫ് GSDP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള കടത്തിന്റെ ഒരു അവസ്ഥയിൽ കേന്ദ്രം സമ്മതിക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്താണ് ഈ 20,000 കോടിയുടെ ചെലവ് ഇപ്പൊ വരാൻ പോകുന്നത്? 20,000 കോടിയുടെ ചെലവ് വരാൻ പോകുന്നത് ഓണത്തിന്റെ കിറ്റ് കൊടുക്കല്, സിവിൽ സപ്ലൈസ് വഴിയായിട്ട് 13 ഉൽപ്പന്നങ്ങൾ നിശ്ചിത വിലയ്ക്ക് താഴെ തട്ടിലെ 2 തരം കാർഡ് ഹോൾഡേഴ്സിന് എങ്കിലും ലഭ്യമാക്കുക, അതുകൂടാതെ സർക്കാർ ജീവനക്കാർക്ക് പിന്നെ ഉത്സവ ബത്ത കൊടുക്കുക, മറ്റ് അലവൻസുകൾ കൊടുക്കുക, ഇങ്ങനെയുള്ള, അതുപോലെ 2 ഗഡു സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ 1600 രൂപ വീതം സാധാരണക്കാർക്ക് കൊടുക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ 6-7 കുടിശ്ശികയുണ്ട്. അതിൽ 2 കുടിശ്ശിക ഇപ്പോൾ കൊടുത്തു തീർക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചെലവുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ 20,000 കോടിയുടെ ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5000 കോടിയും കൊണ്ട് എങ്ങനെ പറ്റും? 5000 കോടി എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇപ്പോൾ 3000 കോടി നാളെ എടുക്കുന്നു, അപ്പൊ തന്നെ 8000 കോടിയായി. പിന്നെ 12000 കോടി സാധാരണ രീതിയിൽ നികുതിയേതര വരുമാനം ഉണ്ടല്ലോ, അത് നികുതിയേതര വരുമാനം വഴിയായിട്ട് സർക്കാരിന് കിട്ടും. അത് മാത്രവുമല്ല, ഈ അടുത്ത നാളിലാണ് IGST വഴി നല്ല തുക സർക്കാരിലേക്ക് കിട്ടിയതും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണക്കുകൾ വെച്ചിട്ടായിരിക്കണം 5000 കോടി അഡീഷണൽ ആയിട്ട് കടം എടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് മാത്രവുമല്ല, സാലറി ചാലഞ്ച് എന്നൊരു ഇത് കിടപ്പുണ്ട്. അതായത് ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖല, വയനാട് മേഖലയ്ക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാ സർക്കാർ ജീവനക്കാരും 5 ദിവസത്തെ ശമ്പളം സറണ്ടർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവരത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ ഓപ്ഷന് വിടണം. 5 ദിവസം കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 2 ഈ തരത്തിലൊക്കെ കൊടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ചലഞ്ച് കൊണ്ട് ആ ചലഞ്ചിനനുസരിച്ച് സംഗതി നടന്നില്ലെങ്കിൽ അതിന് പകരമുള്ള ഫണ്ട് കൂടി അങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ ഫണ്ട് എടുത്ത് ചൂരൽമലയിൽ ചെലവഴിക്കാം, അല്ല വയനാട്ടിൽ ചെലവഴിക്കാം. ഇല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഫണ്ടും ഗവൺമെന്റ് കണ്ടെത്തേണ്ടി വരും. അപ്പൊ ഇതുപോലെയുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഗവൺമെന്റ് എത്തിപ്പറ്റിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ ഓർക്കണം, ഈ പ്രാവശ്യത്തെ ബജറ്റിലും പറഞ്ഞിട്ടുണ്ട് 19,975 കോടി രൂപ നികുതി
പിരിച്ചെടുക്കാനുണ്ട്, നികുതി കുടിശ്ശികയായിട്ട് കിടക്കുന്നു. അതിൽ തന്നെ ഒരു തടസ്സവുമില്ലാത്ത നികുതിയാണ് 15,000 കോടിയോളം. അത് പിരിച്ചെടുക്കാൻ എന്താ ഉത്സാഹം കാണിക്കാത്തത് എന്ന് നമ്മൾ അത്യാവശ്യമായിട്ട് ഗവൺമെന്റിനോട് ചോദിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് നികുതിയേതര വരുമാനത്തിന്റെ കാര്യത്തിലും ഒരുപാട് കുടിശ്ശിക കിടക്കുന്നു എന്നാണ് CAG തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നികുതിയേതര വരുമാനത്തിലും നികുതി വരുമാനത്തിലും വലിയ തോതിൽ കുടിശ്ശിക കിടക്കുന്നുണ്ട്. വകമാറ്റി ചെലവഴിക്കലാണ് ഗവൺമെന്റിന്റെ സ്വതസിദ്ധമായ ശീലം. ഇങ്ങനെ പല കാര്യങ്ങളാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റിന്റെ കാര്യക്ഷമത എവിടെ? കാര്യക്ഷമതയുള്ള ഗവൺമെന്റ് ആണെങ്കിൽ വിഭവ സമാഹരണം, അതായത് നികുതിയേതര വരുമാന വിഭവ സമാഹരണം തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. പക്ഷേ ഇവിടെ നികുതിയേതര വരുമാന സമാഹരണത്തിൽ വലിയ വീഴ്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ക്വാറി മാഫിയ കല്ലെല്ലാം വെട്ടിയിറക്കുന്നു, പക്ഷെ റോയൽറ്റി കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. അതിനുള്ള മുൻകരുതലുകൾ ഒന്നും തന്നെ ഇല്ല, അന്വേഷണമില്ല. അതൊക്കെ രാഷ്ട്രീയക്കാരും പിന്നെ ക്വാറി മാഫിയയും തമ്മിലുള്ള ഒത്തുകളിയായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് മുട്ടിൽ മരമുറി നമ്മൾ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ രത്നഗിരി മരമുറി, ഈ രത്നഗിരിയും മുട്ടിലും ഈ രണ്ട് സ്ഥലങ്ങളും ഉരുൾപൊട്ടിയ പ്രദേശത്തിനോട് അടുത്ത പ്രദേശങ്ങളാണ് നമ്മൾ ഓർക്കണം. അതേ പഞ്ചായത്തിന്റെ തന്നെ ഭാഗങ്ങളിലാണ് ഈ മുട്ടിൽ മരമുറിയും അതുപോലെ രത്നഗിരി മരമുറി. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അടുത്ത കാലത്ത് പൊങ്ങി വന്നതാണ് രത്നഗിരി മരമുറി. മുട്ടിൽ മരമുറിയാണെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാകും അതിന്റെ ചരിത്രം. 500 വർഷം പഴക്കമുള്ള തേക്കിൻ മരങ്ങളൊക്കെയാണ് വെട്ടി മാറ്റിയത്. അപ്പം മണ്ണിന് വരാൻ പോകുന്ന മാറ്റങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്തരം മരങ്ങളുടെയൊക്കെ വേര്, തേക്കിൻ മരങ്ങളുടെയൊക്കെ വേര് നമുക്കറിയാം വളരെ ആഴത്തിൽ വളരെ പരന്നു പോകുന്ന. ഒരു തേക്കിൻ മരം ഒരു പറമ്പിലുണ്ടെങ്കിൽ ഒരു അരയേക്കറുള്ള പറമ്പിലുണ്ടെങ്കിൽ ആ പറമ്പിലെ വളം മുഴുവനും തേക്ക് വലിച്ചെടുക്കും. അത്ര ആഴത്തിലും പരന്നും പോകുന്ന വേരുകളുള്ള മരമാണ്. അങ്ങനെയുള്ള 500 വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെ വെട്ടിയാണ് വയനാടിനെ ആ പരുവത്തിലാക്കിയത്. അപ്പൊ അതിനൊക്കെ പിന്നെ കൂടെ നിൽക്കുന്നവരാണ് രാഷ്ട്രീയക്കാർ. അങ്ങനെയുള്ള രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ ഉള്ള ഒരു രാജ്യത്ത് ഓണം വന്നാലും എന്തു വന്നാലും സർക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം കാര്യക്ഷമത ഇതൊന്നും വകവെച്ചു കൊടുക്കില്ല. കാര്യക്ഷമതയും സത്യസന്ധതയും ഇത് രണ്ടും സർക്കാരിനില്ലെങ്കിൽ, രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾക്കില്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം, കടം മേടിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഭാരം മുഴുവനും ഭാവി തലമുറയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടിരിക്കും.